യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്മസ് 2023 കൊണ്ടാടുവാനായി ആത്മീയമായി നാം ഒരുങ്ങുന്ന ഈ വേളയിൽ യേശു എന്തിന് ഭൂമിയിൽ മനുജനായി അവതരിച്ചു എന്നതിനെക്കുറിച്ച് അല്പം വേറിട്ട ഒരു ചിന്ത പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി പൗരസ്ത്യ സഭാപിതാവായ വിശുദ്ധ അപ്രേമിൻ്റെ കാഴ്ചപ്പാടിലുള്ള സ്വർഗീയ പറുദീസ നാം പഠന വിഷയമാക്കുകയാണ്. വിശുദ്ധ അപ്രേമിനെ സംബന്ധിച്ചിടത്തോളം മോശ നിർമ്മിച്ച കൂടാരം, നോഹയുടെ പെട്ടകം, നിയമം നൽകപ്പെട്ട സീനായ് മല, ജെറൂസലേം ദേവാലയം ഇവയെല്ലാം പറുദീസായുടെ പ്രതീകങ്ങളാണ്. പറുദീസായ്ക്ക് 2 ഘടനകളുണ്ട്. ഒരു ആന്തരിക ഘടനയും ഒരു ബാഹ്യ ഘടനയും. അതിൻ്റെ ആന്തരിക ഘടനയിലേക്ക് ആദി മാതാപിതാക്കളായ ആദത്തിനും ഹവ്വയ്ക്കും പ്രവേശന അനുമതി ഇല്ലായിരുന്നു. അത് ദൈവം വസിക്കുന്ന ഇടമാണ്. ജീവൻ്റെ വൃക്ഷവും അതിവിശുദ്ധ സ്ഥലവും അവിടെ നിലകൊള്ളുന്നു. ബാഹ്യഘടനയ്ക്ക് 3 വലയങ്ങളുണ്ട്. ഉന്നത വലയം, മധ്യമ വലയം, അധമ വലയം. ആദത്തിനും ഹവ്വായ്ക്കും ഉന്നത വലയം വരെ വരാം. അറിവിൻ്റെ വൃക്ഷം ഇവിടെയാണ് സ്ഥിതി ചെയ്യുക. സസ്യലതാദികൾ മാത്രം ഇവിടെ വളരുന്നു. മധ്യമവലയം മൃഗങ്ങൾ വസിക്കുന്ന ഇടമാണ്. അധമവലയമാവട്ടെ കൂടാരത്തിന് വെളിയിലാണ്. സർപ്പം ഹവ്വയുമായി സംസാരിച്ചത് ഇവിടെയാണ്. പാപത്താൽ മലിനമാക്കപ്പെട്ട മനുഷ്യൻ കൂടാരത്തിന് വെളിയിലായി. അവൻ്റെ സ്ഥാനം കൂടാരത്തിന് വെളിയിൽ പോയി ജീവിക്കേണ്ടി വന്ന മനുഷ്യനെ യോഗ്യനാക്കി അവൻ്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവനെ വിശുദ്ധീകരിച്ച് ഉന്നത തലങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ അതിവിശുദ്ധ സ്ഥലത്തിരുന്ന പുത്രൻ തമ്പുരാൻ ഫിലിപ്പി 2:7 പറയുന്നത് പോലെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സദൃശ്യത്തിൽ ആയിത്തീർന്നു. അവൻ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്നു. കാരണം ലൂക്ക 2:7 സത്രത്തിൽ അവന് ഇടം ലഭിച്ചില്ല. അതെ, യേശുവിൻ്റെ ജനനവും മരണവും കൂടാരത്തിന് പുറത്തായിരുന്നു. സത്രത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ നിന്ന് പുറത്ത് കാലിത്തൊഴുത്തിൻ്റെ അരക്ഷിതത്വത്തിലും. അവൻ്റെ മരണമോ ഹെബ്രായർ 13:12 പറയുന്നത് പോലെ സ്വന്തം രക്തത്തിലൂടെ ജനത്തെ വിശുദ്ധീകരിക്കുവാൻ ക്രിസ്തുവും കവാടത്തിന് പുറത്തു വെച്ച് പീഡനമേറ്റു മരിച്ചു. പ്രിയമുള്ളവരെ, പാപം കൊണ്ട് കവാടത്തിന് പുറത്തായ നമ്മളെ, അധമ വലയത്തിലായിരിക്കുന്ന നമ്മളെ, പാപഭാരം മുഴുവൻ സ്വന്തം ആത്മാവിലും ശരീരത്തിലും ഏറ്റ് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കുവാൻ കവാടത്തിന് പുറത്ത് ജനിക്കുകയും മരിക്കുകയും ചെയ്ത ദൈവപുത്രൻ്റെ ഈ ഭൂമിയിലേക്കുള്ള വരവിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ്. എളിമയുടെ ആൾരൂപമായി ദിവ്യശിശു എനിക്ക് മുൻപിൽ അവതീർണനാവുമ്പോൾ എത്രമേൽ ഞാൻ ഇനിയും എളിമപ്പെടേണ്ടിയിരിക്കുന്നു. ഏവർക്കും തിരുപ്പിറവിയുടെ പ്രാർത്ഥനകളും ആശംസകളും നേർന്നുകൊള്ളുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.